അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലും, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിന്നാണ് കേട്ട, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏത് നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തര, അസ്സലാത്തു അലാ വഖ്തിഹ, ഒന്ന് കറക്റ്റ് അവൽ വക്തിൽ നിസ്കരിക്കലായിരിക്കണം. സുമ്മ അയ്യൻ, പിന്നെ ഏത് നബിയൻ കേട്ടെ? അപ്പോൾ ചെന്ത് സുമ്മ അയ്യൻ, അപ്പോൾ ചെന്ത് ബിറുൽ വാലിദൈനി, പിന്നെ ഉമ്മ അബ്ബക്ക് ഗുണം ചെയ്യലായിരിക്കണം, ഗുണം ചെയ്ത് കൊടുക്കലേ. സുമ്മ അയ്യൻ ഖാൽ ജിഹാദ് ഫീ സബീലില്ലാ, പിന്നെ അള്ളാഹുയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യലായിരിക്കണം. അപ്പോൾ ഒന്നാമത്തത് അവൽ വക്തിൽ നിസ്കരിക്കൽ, അത് അള്ളാഹു ചെയ്തതായ ഇബാദത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ നിസ്കാരം എപ്പെങ്കിലും നിസ്കരിച്ചെങ്കാവല്ലേ. നാളെ കൂട്ടത്തിൽ പല ആൾമാർക്ക് നിസ്കാരമുണ്ട്, പക്ഷേ നിസ്കാരം എപ്പമോ നിസ്കരിക്കടേ, അങ്ങനല്ല. നിസ്കാരം കറക്റ്റ് അവൽ വക്തിൽ നിസ്കരിക്കാൻ വലിയ കൂലി കിട്ടും. സല്ലു സലാത്തക്കും ഫി അവലി വക്തിക്കും, നിങ്ങൾ നിസ്കാരത്തെ അവൽ വക്തിൽ നിസ്കരിക്കൂ. ഫൈനല്ലാഹ യുളാഇഫു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലത്തുണ്ടാണ്. ഇമാം തബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇതിനെ വിശദീകരിച്ചിട്ട് മുഹദ്ദിസീങ്ങൾ ചൊല്ലാറ്, അന്ന സവാബൽ മാനാഹു അന്ന സവാബൽ കസീറ ഫി തഅദിയത്തിൽ ഫർളി ഫി അവലി വക്തിഹി. പിന്നെ സവാബ് അധികരിച്ചിട്ട് സവാബ് കിട്ടുന്നത് അതിന് ആദ്യ സമയത്ത് നിസ്കരിക്കൽ കൊണ്ടായിട്ട് സവാബ് ഏറെ കിട്ടുക. ഒമ്മസ്വലാത്ത് ഫി ആഖിരിൽ വക്തി, ഇന്ന് നിസ്കാരത്തെ എപ്പോൾ നിസ്കരിക്കരുത്, അവസാനത്തെ വക്തിലാണ് നിസ്കരിക്കുന്നത്. ഫലാ സവാബ, അതിൽ യാറെ സവാബ് കിട്ടല്ല. ബൽ യുദ്ദിൽ ഫർളിലാണ് വീഡിയോ വരായത്. ലാ ഫായിദത്തെ ഫിയ, അതിൽ യാറൊന്ന് ഫായത കിട്ടല്ല. അതായത് അപ്പോൾ നിസ്കാരം ചെന്നെങ്കിൽ അത് വലിയൊരു ബെനിഫിറ്റുള്ളൊരു കാര്യമായിരിക്കും. ഒരുപാട് നാളെ 5 വക്ത് നിസ്കരിച്ച് നാളെ ദോഷമെല്ലാം മാഫാക്കപ്പെട്ടു. ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ശായി വൽ മുൻകർ, എല്ലാം ബെടക്ക് തരത്ത് തൊട്ട് തടയിട്. ആ നിസ്കാരം കൊണ്ട് ഒരുപാട് നമുക്ക് എന്നുണ്ട് ബെനിഫിറ്റുണ്ട്. ദുനിയാവിലും ബെനിഫിറ്റ്, ആഖിറത്തും ബെനിഫിറ്റ്. ഭയങ്കര സവാബ് നിറഞ്ഞൊരു കാര്യമായിരിക്കും. മനുഷ്യ ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയിൽ നിസ്കാരം. അത് എപ്പം നിസ്കരിച്ചെങ്കാവില്ല, അത് ആയ സമയത്ത് അവൽ വക്തിൽ നിസ്കരിക്കൽ, തീരെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കൽ. പിന്നെ അവിടെ വ്യക്തമായിട്ട് ചെല്ല് അൽ മുഹാഫളത്തു അലാ അദാഇ സ്വലവാത്തി, പിന്നെ വജമാഅത്തിൻ, കറക്റ്റ് നിസ്കാരത്തെ നിസ്കരിക്കണേ, അതായിട്ട് നിസ്കരിക്കണേ, അതോടുകൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കണേ. ഇതായിട്ട് നിസ്കാര ഹാഫിളൂ ചെന്നെങ്കിൽ. പിന്നെ ചെന്തല സല്ലു സ്വലാത്തക്കും ഫി അവൽ വക്തിക്കും, നിങ്ങൾ നിസ്കാരത്തെ അവൽ വക്തിൽ നിസ്കരിക്കൽ, അത് അവൽ വക്ത് അതോടുകൂടി ജമാഅത്തായിട്ട് നിസ്കരിക്കൽ. അപ്പോൾ അതിൽ വലിയ നമുക്ക് ബെനിഫിറ്റുണ്ട്. ആ നിസ്കാരത്തിൽ ഒരുപാട് സവാബും അള്ളാഹു വെച്ചിടാം. പക്ഷേ അതിലെ നിസ്കാരത്തെ എപ്പം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കലാക്കി നിസ്കരിച്ച് വലിയ ശിക്ഷ ഉണ്ട്. അതേ സന്ദർഭത്തിൽ നിസ്കാരത്തെ ലാസ്റ്റ് ടൈം നിസ്കാര പിന്നെ കലാകു ആയിട്ട് ഒരു അരഗണ്ട കാഗണ്ടയ്ക്ക് പോലെ നിസ്കരിക്കുന്നുണ്ട് സാധാരണ. ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ അവിടെ മുഹദ്ദിസീങ്ങൾ ചൊല്ലാറ്, ആ നിസ്കാരത്തിൽ കൂടെ എനിക്ക് പിന്നെ പ്രതിഫലമൊന്നും കിട്ടലേറെ, പിന്നെ ശിക്ഷയുടെ തൊട്ട് ഒഴിവാവാത്തരെ. നിസ്കാര കലാക്കിയിട്ടില്ല ചെല്ല ആ ശിക്ഷ ഉണ്ടല്ലോ, കലാക്കിയാൽ ചെല്ല ആ ശിക്ഷ ഉണ്ടല്ലോ, ഭയാനക്ക ശിക്ഷ, ആ ശിക്ഷയുടെ തൊട്ട് ഒഴിവാവാം. അല്ലാണ്ട് പിന്നെ അതിൽ വലിയ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടല്ലാണ്ട്. അപ്പോൾ നിസ്കാരം എത്ര എന്താക്കുക സമയത്ത് അവൽ വക്തായാലും നിസ്കരിക്കുക പ്രയത്നമാക്കാം. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് ബിറുൽ വാലിദൈൻ, ഉമ്മാബക്ക് ഗുണം ചെയ്യാൻ ചെല്ലത്. മൂന്നാമത്തെ കാര്യം അള്ളാഹുയുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക ചെല്ലത്. അപ്പോൾ ജിഹാദ് ചെയ്യുക ചെല്ലത് മൂന്നാമത്തെ കാര്യമായിട്ട് എണ്ണിത്ത്. അതിന് മുന്നലായിട്ട് പിന്നെ
പിന്നെ ഉമ്മ അബ്ബക്ക് കൊണം ചെയ്യരുത് ചെന്ന് ജിഹാദ് ചെയ്ത് ചെന്നെങ്കിൽ എത്ര വലിയൊരു വിഷയമായിട്ട് കിട്ടും. ഒരു മനുഷ്യ ജിഹാദ് ചെയ്തിട്ട് ഷഹീദായെങ്കിൽ ബൽ അഹിയാവുൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അയാൾ മരിച്ചിട്ട് ഖബർ പോയെങ്കിൽ അയാൾക്ക് ഖബറിലും അള്ളാഹുടെ ഭാഗത്തുള്ളതായ വലിയ സൗകര്യം അള്ളാഹു ഒരുക്കി വെച്ചിരും. പക്ഷിയായിട്ട് സ്വർഗത്തിൽ പാറുക പോലും അങ്ക് അവകാശം കിട്ടും. അത്ര വലിയ ഒരു കൂലിയുള്ള കാര്യമായിട്ട് ఇక్కడ ജിഹാദ് ചെല്ലത്. പക്ഷേ അതിനായിട്ട് മുന്നലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്ന് ബിറുൽ വാലിദൈനി ഉമ്മ ഇവിടെ കൊണം ചെയ്തത്. അപ്പോൾ എത്ര ഒരു വലിയ വിഷയമായിട്ട് ఇక్కడ. പിന്നെ നമുക്കെല്ലാം ഗൊಂತುಂಡು. പിന്നെ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി ചെല്ലെ ഒരു മഹാൻ, ആ മഹാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ മഹാന് നബി തങ്ങളെ കാണുക, അയാൾ യമനിൽ നിന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക അയാൾക്ക് സാധ്യമായില്ല. കാരണം ഉമ്മയുടെ ഖിദ്മത്ത് എത്ര അയാൾ അവിടെ ബാക്കിയായിട്ട് യമൻ്റെ ബറവായില്ല, ഉമ്മയുടെ ചാക്രിയാക്കിയിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു യമനിൽ പെട്ടതായ കർണി ചെല്ല റായത്തെ ഉവൈസ് ചെല്ല ഒരാളുണ്ട്. അയാൾ അദ്ദേഹം മാത്ത് ഇപ്പം വന്നെങ്കിൽ ഹജ്ജിക ഉംറക്ക് വന്നെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ചിട്ടും അദ്ദേഹത്തെ കൊണ്ട് ദ്വാർ ബാട്ടറും ദ്വാത്ത് ഇജാബത്തുള്ള മഹാനായിട്ട് ഇക്കിടുണ്ട്. അപ്പോൾ ഇത് ചെല്ലാറട്ട സ്വഹാബത്തിട്ടായിട്ട് ഇക്കിടും. വലിയ വലിയ പ്രഗത്ഭരായ സ്വഹാബത്തുള്ള സ്വർഗത്ത് ടിക്കറ്റ് കിട്ടിയ മഹാന്മാരങ്ങല്ല, അങ്ങനെയുള്ള സ്വഹാബത്തായിട്ട് ഇക്കിടും. അങ്ങനെട്ട ചെല്ലെ വോയിസിൽ കരണ്ടിട്ട് നിങ്ങൾ എന്താക്കാറ് ദ്വാർ പാട്ടറുണ്ട്. അപ്പോൾ നോക്കറു വോയിസിൽ കാരന് സ്വഹാബിയല്ല, പക്ഷേ സ്വഹാബിയല്ലാത്ത വോയിസിൽ കാരനിട്ട ദ്വാരപ്പെട്ട ചെല്ല് എന്തുകൊണ്ടും അത്ര വലിയ ഒരു സ്ഥാനം കിട്ടിത്ത്. അതിനടുത്ത വോയിസിൽ കാരനിക്ക് സ്വഹാബത്തിനാണ്ട് വലിയ സ്ഥാനം ഉണ്ടല്ല, പക്ഷേ ആ വോയിസിൽ കാരനിക്ക് അത്രയും വലിയൊരു ഗ്രേഡ് കിട്ടുമോ കാരണം എന്തേ അത് ഉമ്മയെ നോക്കിയത് കൊണ്ടായിട്ട്. അപ്പോൾ ഉമ്മ അവിടെ നോക്കുക ചെന്നെങ്കിൽ അത് വലിയൊരു വിഷയമായിട്ട് അത് വലിയ ഭാഗ്യവന്തവർ മാത്രമേ കിട്ടും. അത് ഉമ്മ കിട്ടിയിട്ടും അതിനെ നോക്കൂ സാധ്യമാവാത്തങ്ങ ആ ദുനിയാവിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യവന്തമാരുണ്ട് ചില നമുക്ക്. അത് അങ്ങനത്തെ വലിയ ദൗർഭാഗ്യവന്തമാർ വേറെ ആരേക്കല്ല. അപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് ഉമ്മ അവിടെ നോക്കുന്നതും നമുക്ക് ഗുണം ചെയ്തത്. അതൊരു ദുനിയാവിലും ബെനിഫിറ്റുണ്ട്, ആഖിറത്തിലും ബെനിഫിറ്റുണ്ട്. അള്ളാഹു ആ ബെനിഫിറ്റ് ജീവിതത്തിൽ നമുക്ക് ധാരാളമായിട്ട് കരസ്ഥമാക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നല്ല ഉമ്മ അബ്ബക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി.